കണക്കിന് നോക്കിയ വല്ലാത്ത ജോലിഭാരമായി എന്റേത് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പോലെ നിയന്ത്രണവും ശ്രദ്ധയും വേണ്ടുന്ന ഒരു ജോലിയില്ല. ഇത് എവിടോട്ടേലും ചെന്ന് ഇടിക്കുവോ, ഇടിഞ്ഞു പറഞ്ഞ് വീഴുവോ, ഈ വിമാനം റഡാർ നോക്കി ഓടിക്കുന്നവരില്ലയോ അവർക്ക് പോലും ഇത്ര ശ്രദ്ധ വേണ്ട. 19 വയസ്സ് പ്രായമുള്ള എൻ്റെ അപ്പൂപ്പനെ നോക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. 3-4 ദിവസമായി മെഡിക്കൽ കോളേജ് കയറിയിട്ട് വയറ്റിൽ നീര് കയറിയതാ. ഇപ്പൊ എൻ്റെ വല്യണ്ണനാ നോക്കുന്നതേ. അവിടെ കിട്ടാത്ത വകയില്ല. പാല് കിട്ടും, ഊണ് കിട്ടും, കഞ്ഞി കിട്ടും, എല്ലാം കിട്ടും. പക്ഷെ ഇപ്പൊ അപ്പൂപ്പന് ഒരേ വാശി, ഒറ്റക്കുമ്പള പപ്പടം വേണമെന്ന്. എന്റെ ദൈവമേ, ഈ ഒറ്റക്കുമ്പള പപ്പടം ബസ്സിനകത്ത് പൊട്ടാതെ ഞാൻ എങ്ങനെ അവിടെ എത്തിക്കും? എനിക്ക് വയ്യ. എനിക്ക് ഇത് വല്യണ്ണനും അപ്പൂപ്പനും ഉള്ള ചോറ്, ഇതെനിക്കുള്ള ചോറ്. സമയം 9:30 മണിയായി. ഗ്രഹപ്പഴയ്ക്ക് റോഡ് പണി എങ്ങാണോ ഉണ്ടെങ്കിൽ കണ്ടവന്റെ അടുക്കളയിൽ കൂടെ, എരുത്തിനകത്തൂടെ, കാട്ടിക്കൂടെ, മേട്ടിക്കൂടെ ഒക്കെ ചെന്ന് കേറി അവിടെ ചെല്ലുമ്പോ ഉച്ച സമയാവും. സത്യം പറഞ്ഞ ഒരു പിക്നിക്ക് കഴിഞ്ഞു പോകുന്നൊരു ഫീല. ശരിയാണ്, പോയിട്ട് വരെ സമയമില്ല. വല്യണ്ണോ, എന്താ പറ്റി വല്യണ്ണ? തീർന്നു. ഇങ്ങോട്ടോ, ഞാൻ കൊണ്ട് കുത്തിയിടാ. എന്തത്? ചാർജ് തീർന്നില്ലയോ? മൊബൈലിന്റെ ചാർജ് തീർന്ന കാര്യമല്ല പറഞ്ഞേ, പിന്നെ നമ്മുടെ അപ്പൂപ്പന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൂപ്പൻ എന്തുവാ? ഡോക്ടർ പറഞ്ഞു അറിയിക്കേണ്ടതിലേക്ക് അറിയിക്കാൻ. എന്റെ പൊട്ട് വേണ്ട, കൺമച്ചി വേണ്ട, താരി ചളുങ്ങും എന്റെ അപ്പൂപ്പ. എനിക്ക് കരണ്ട് ആവശ്യമില്ലെന്ന് പിന്നെ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കാൻ പറഞ്ഞതോ? ഡോക്ടർ പറഞ്ഞു അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു, അല്ല മെഡിക്കൽ കോളേജിലുള്ളവർ അപ്പൂപ്പനെ തല്ലിക്കൊല്ലുവെന്ന്. അമ്മാതിരി നാശം അപ്പൂപ്പൻ അവിടെ കിടന്ന് കാണിക്കുന്നത്. എനിക്ക് വയ്യ അയാളെ നോക്കാൻ, എനിക്ക് വയ്യ അവിടെ ഇരുന്ന് നോക്കാൻ. വല്യണ്ണ ഒന്ന് സമാധാനപ്പെട്ട്, ഞാനാണോ പോയി നോക്കട്ടെ? നിങ്ങൾ ആണുങ്ങൾ വേണ്ടായോ പോയി നോക്കാന്? അപ്പൂപ്പന് തുണിയൊക്കെ മാറാനുള്ളതല്ലയോ? എടി മെഡിക്കൽ കോളേജിൽ ഞാൻ ഇറങ്ങുന്ന സമയത്ത് അവിടെ ജനിച്ച കുഞ്ഞു പോലും വെള്ളമുണ്ടും കെട്ടുടുപ്പിട്ടുകൊണ്ട് അവിടെ നടക്കുന്നത് നമ്മുടെ അപ്പൂപ്പൻ. ആൾക്കാർ കൂട്ടിയിടിച്ച് 25 പേരാ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയത്. തിങ്കളാഴ്ചയല്ലയോ ആള് കൂടും മെഡിക്കൽ കോളേജ്? ആ തിരക്ക് കാരണമല്ല, അപ്പൂപ്പന്റെ ഈ കാഴ്ച കാണാതിരിക്കാൻ കണ്ണു പൊത്തി നടന്ന ആൾക്കാര്. ഒന്നും ചെയ്തില്ലയോ? ഞാൻ ഓടിച്ചിട്ട് സംക്രാന്തി കിട്ടി പിടിച്ചട്ടെ. എന്റെ തുണിയുണ്ടോ? ഞാൻ പിന്നെ ECGയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു, അതെടുത്ത് വളച്ചെങ്കിൽ കെട്ടി അപ്പൂപ്പനെ. കുറ്റം പറയല്ലേ, നമ്മുടെ പ്രായമായ അപ്പൂപ്പനല്ലയോ? ഒരു പ്രായമായ അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ അപ്പൂപ്പനെ ICU കയറ്റി. അപ്പൂപ്പനെ കണ്ടിട്ട് ഡോക്ടർ തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, സോറി മിസ്റ്റർ മദൻ മോഹനൻ, എന്നെ കൊണ്ട് ഇനി പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത്രയ്ക്ക് സീരിയസ് ആയിരുന്നോ? സീരിയസ് അല്ല, അങ്ങനെ കൊണ്ട് പറ്റത്തില്ല ഈ കളവനെ നോക്കാൻ. അങ്ങനെ ഈ ജോലി രാജി വെച്ചിട്ട് മുറുക്കക്കട തുടങ്ങാൻ പോവാന്ന്. എന്നിട്ടെന്തോ ഡോക്ടർ അകത്ത് കയറിയിട്ട് പറഞ്ഞു, വാ തുറക്ക്, ടോർച്ച് അടിച്ച് നോക്കാനെന്ന്. ഡോക്ടർ മുഖത്തോട്ട് ടോർച്ച് അടിക്കുമ്പോൾ എന്തിനാ മുഖത്തോട്ട് ടോർച്ച് അടിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് MBBS അയാൾ കേൾക്കാത്ത ഏറ്റവും തെറിയ അപ്പം വിളിച്ചത് ഡോക്ടറെ. എന്നിട്ട് അവിടെ കയറി ICU കയറി AC ഓഫ് ചെയ്തിട്ട് റിമോട്ട് എടുത്ത് പാത്ത് വെച്ചേക്കോ അപ്പൂപ്പൻ. എന്നിട്ടോ പൾസ് നോക്കാൻ വന്ന ഒരു നേഴ്സിന്റെ ബ്ലൗസായി പിടിച്ചു വലിച്ചു. ഇത്ര നേരം ഞാൻ എന്തോന്ന് ചെയ്ത? അയ്യോ എന്നിട്ടെന്ന് എന്തുമാത്രം നാശങ്ങളെ കാണിക്കുന്നതെന്ന് അറിയാമോ? എടി ഇയാടെ ബ്ലഡ് എടുക്കാൻ വേണ്ടി ലാബിൽ കൊണ്ടുപോയി. പഠിക്കാൻ നിൽക്കുന്ന ചെറുപ്പക്കാരെ പിള്ളേർ വന്നിട്ട് നോക്കി, ഞരമ്പ് കിട്ടുന്നില്ല. അത് പഠിക്കാൻ നിൽക്കുന്ന പിള്ളേരായിട്ടായിരുന്നു. പഠിക്കാൻ നിൽക്കുന്ന പിള്ളേരായിട്ടല്ല, ഒരു സീനിയർ നേഴ്സ് വന്നിട്ട് തൊട്ടപ്പോഴത്തേക്ക് നീ ഒന്ന് കാണാമായിരുന്നു. എന്തുവാ? ഉത്സവപ്പറമ്പിൽ കറണ്ട് പോയിട്ട് രണ്ടാമത് കറണ്ട് വരുമ്പോൾ ആലമലത്തെ LED ബൾബ് കത്തത്തില്ലയോ, അതുപോലെ ഈ അപ്പൂപ്പന്റെ ഞരമ്പ് തെളിഞ്ഞു പൊങ്ങി വന്നത്. ഇവര് പഞ്ചസാരയുടെ കൂടുതലായിട്ട് എന്നെ കണ്ടു വയ്യ നോക്കാൻ രാജി, എന്നെ കൊണ്ട് വയ്യ. എനിക്ക് മനസ്സിലായി, വല്യണ്ണൻ ഇത്രയും പറഞ്ഞു കൂട്ടുന്നത് വല്യണ്ണന് നോക്കാൻ വയ്യ, അതല്ലയോ? അപ്പൂപ്പനെ സൈഡ് പിടിച്ച് സംസാരിക്കുന്നത് എന്താന്ന് എനിക്കറിയാം. അപ്പൂപ്പന്റെ എല്ലാം നീ പിടിച്ച് വാങ്ങിച്ചില്ലൂടി. എന്തുവാന്നോ അപ്പൂപ്പന്റെ ഫിഗർ ഇട്ട് ഇവളാ പോയി അപ്പൂപ്പന്റെ പെൻഷൻ വാങ്ങിക്കുന്നത്. കള്ളം പറയരുത്. വല്യണ്ണൻ ഒന്നും തന്നിട്ടില്ല അപ്പൂപ്പൻ. എന്താ തന്നിട്ട്? എനിക്ക് അപ്പൂപ്പൻ എന്താ തന്നിട്ട്? ഞാൻ പാമ്പ് പിടിച്ചൊരു വർഷം ഓടിക്കാറ്. വലിയ മെക്കാനിക്കാ നമ്മുടെ തമ്പി സാർ. അയാളുടെ അംബാസഡർ കാറിന് സൈലൻസർ ലീക്കാന്ന് പറഞ്ഞുകൊണ്ട് അതൊന്ന് മാറ്റി വെക്കണമെന്ന് പറഞ്ഞു ഇവിടെ കൊണ്ടുവന്നു. ഈ വലിയ മെക്കാനിക്ക് ആ പണിയെല്ലാം കഴിഞ്ഞ് തമ്പി സാറിനെ വിളിച്ചു പറഞ്ഞു, പണി കഴിഞ്ഞു, സാറ് വന്ന് കാർ എടുത്തോണ്ട് പോകാൻ. അയാൾ വന്ന് കാർ സ്റ്റാർട്ടാക്കിയതും ഭൂലോകം ഞെട്ടുമാർ അതിനകത്തുനിന്ന് ഒരു ഒച്ചയും അണുബോംബ് പൊട്ടുന്ന പോലെ ഒരു കറുത്ത പുകയുമായിരുന്നു. തൊട്ടു പുറകെ നിന്ന് അമ്മൂമ്മ നിങ്ങളൊന്ന് കാണുമായിരുന്നു. വെളിക്കാത്ത പോലെ അവിടെ നിന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പൂപ്പൻ ചോടിക്കുമായിരുന്നു. അന്ന് പറന്നു പോയത് അമ്മാവന്റെ വീട്ടിൽ അമ്മൂമ്മ ഇതുവരെ വന്നിട്ടില്ലല്ലോ. അമ്മൂമ്മ അവിടെ ഇപ്പൊ കൊക്കു പോലെ ഇരിക്കുന്നത്, കൊക്കു പോലെ. അവരും ആഹാരം ഒന്നും കൊടുക്കത്തില്ലയോ? ഇങ്ങനെ ഇരിക്കുന്നല്ല പറഞ്ഞ അമ്മൂമ്മ വെളുത്ത നല്ല സുന്ദര കുട്ടപ്പേരായിരുന്നു. അമ്മൂമ്മയുടെ മുടിയൊക്കെ നടത്തിയിരിക്കുന്ന കാണാൻ കരിമ്പ് പൂ നിൽക്കുന്ന പോലെ. നീ അപ്പൂപ്പനെ നോക്കി എനിക്ക് വയ്യ നോക്കാൻ. വല്യണ്ണ, നിങ്ങളുടെ ഭാര്യയുടെ അപ്പൂപ്പനെ അമ്മൂമ്മയെ നോക്കുന്നുണ്ടല്ലോ നിങ്ങള്. സ്വന്തം അപ്പൂപ്പനെ നോക്കാൻ നിങ്ങൾക്ക് വയ്യ. മര്യാദയ്ക്ക് വീട്ടിൽ കൊണ്ടുപോയി നിർത്തിക്കോണം. എന്റെ ഭാര്യയുടെ അപ്പൂപ്പനൊക്കെ എന്ന് പറഞ്ഞാൽ എന്നോട് നല്ല സ്നേഹമുള്ളതാ. ആ പുള്ളിക്കാരൻ എനിക്കൊന്നും തരാതെ കഴിക്കത്തില്ല. പിന്നെ ഞാൻ തന്നെ BP ഗുളിക കഴിക്കാറുണ്ട്. അപ്പൂപ്പൻ ഞാൻ ചെന്നപ്പോ പറഞ്ഞു 2 ഗുളിക നീ കഴിക്കണം, ഒരെണ്ണം എനിക്ക് തരാമെന്ന്. അങ്ങനെ അപ്പൂപ്പൻ കഴിച്ചത്. എന്റെ പൊന്നു മനുഷ്യ, ഉള്ള ഗുളികയെല്ലാം കൂടെ തിന്നു കഴിഞ്ഞാൽ ചത്തു പോകുന്നു എന്ന് പറഞ്ഞ മെഡിക്കൽ സ്റ്റോറി വിഷമല്ലേ ഇരിക്കുന്നത്. ഈ പൊടി ആവശ്യമില്ലാത്ത കാര്യം പറയാറുണ്ട്. രാവിലെ വല്ലതും കഴിച്ചായിരുന്നോ? ഞാൻ കഴിക്കുന്നില്ല. എന്നാ വാ, ഞാൻ ഇടിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിക്കാം. നിന്റെ ഇടിയപ്പം എന്നിട്ട് വേണം എന്റെ വിരൽ കയറി കുരുങ്ങി ചാവാ. ഞാൻ നദി തേയിലോളം ഇട്ട് തരാം. വാ കിടക്കാൻ വീട്ടുവാ. എവിടെയാണ് ഈ കൈ എഴുതുന്നേ? തേയിലോളം കുടിക്കുന്നതിന് കൈ എഴുതുന്നത്? അല്ല ഇടിയപ്പം തന്നെ അങ്ങോട്ട്
ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. 3-4 ദിവസം ഞാനൊന്ന് മാറി നിന്നതേ ഉള്ളൂ. വീടും വരെയും കിടക്കുന്ന കിടപ്പ് കണ്ടോ? എന്തോ ഒരു വൃത്തിയായത്. അങ്ങനെ നീ വൃത്തി ഉണ്ടാക്കണ്ട. അങ്ങനെ ഈ തൂക്കണാംകൂട്ടിൽ ദിവാകരന്റെ വീട് വൃത്തിയായിട്ട് കിടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ആഹാ, അടിപൊളി കിടക്കൻ ഡിസൈൻ. എടാ പുള്ളിക്കിന്റെ പരമു, എടാ നാറി, നീ എന്തുവാടാ പറഞ്ഞത്? നിന്നെക്കാളും മുമ്പ് ഞാനങ്ങ് പോകുന്നില്ലയോ? എടാ കാലിന് വരെ കൈക്കൂലി കൊടുത്തിട്ടിരിക്കുന്നവനാടാ ഞാൻ. നോക്കടാ, മുട്ടയും പാലും ബിസ്ക്കറ്റും ഒക്കെ തിന്ന് ആരോഗ്യത്തോടാടാ വരുന്നേ. വാടാ, നിന്നെ ചെവുക്കല്ലി ഞാൻ തല്ലി പൊട്ടിക്കും. നീ എന്തുവാ പറഞ്ഞത്? എന്റെ പറമ്പിൽ നിന്ന് നിന്റെ പറമ്പിലോട്ട് മതിലിന്റെ മണ്ടേ കൂടെ മഴവില്ല് പോലെ മൂത്രമൊഴിച്ചാൽ എന്റെ തല്ലുകൾ നില്ലോടാ. തല്ലു നോക്കടാ, വെല്ലുവിളിക്ക് വാടാ. ഞാൻ വാടാ ഇറങ്ങി നീലാണ്ടിനോട് ഏറ്റുമുട്ടാൻ ധൈര്യമുണ്ട്. വാടാ പരമു, ഇങ്ങോട്ടും വാടാ. വാടാ. എനിക്ക് എന്താ പറയുന്നത്? ഇത് ആരെ കിടന്ന് വെല്ലു വിളിക്കുന്നത്? പരമു അവനെയാ വെല്ലുവിളിച്ചത്. അവൻ എന്റെ ചെവുക്കല്ല് തല്ലി പൊട്ടിക്കുമെന്ന്. എന്റെ ദൈവമേ, വല്ല കാര്യമുണ്ടോ അപ്പുറത്തെ പരമോപ്പൂവിനെയൊക്കെ വെല്ലു വിളിക്കാന്? പിന്നെ എന്റെ ചെവുക്കല്ല് തല്ലി പൊട്ടിക്കുമെന്ന് പറഞ്ഞ അവനെ നോക്കി വെല്ലുവിളിക്കാതെ ഞാൻ ശരണം വിളിക്കാൻ പറ്റുമോ? സമാധാനപ്പെട്, വയ്യാതിരിക്കുമല്ലയോ? ഡിസ്ചാർജ് വാങ്ങിച്ചോട്ടങ്ങാണോ വന്നേക്കുന്നത്? എടി കൊച്ചേ, ഈ തൂക്കണാംകൂട്ടിൽ നീലാണ്ടനെ ഡിസ്ചാർജ് ചെയ്യാൻ കരുത്തുള്ള ഒറ്റൊരുത്തനും കോട്ടയം മെഡിക്കൽ കോളേജ് ഇല്ല. ഞാൻ അവിടുന്ന് ചാടി പോന്നതാ. കട്ടിലും എടുത്ത് തിരിച്ചു വെച്ചോ. ഞാൻ പറഞ്ഞു തിരിച്ചു വരും, ഈ കട്ടിൽ എനിക്ക് തന്നെ തരണമെന്ന്. എന്തോ കാര്യത്തിന്? ആ കട്ടിലെ കിടന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോഴേ ഈ സഖ്യപർവ്വത്തിന്റെ സീനറി ഉള്ള TV ഉണ്ട്. അതൊക്കെ കാണാൻ നല്ല രസമാണ്, കിടുക്കൻ രസമാണ്. അങ്ങനെ മ്യൂസിക് ഒക്കെ ഉണ്ട് അതിനകത്ത്. എന്റെ ദൈവമേ, അത് TV അല്ലാതെ ECG വേരിയേഷൻ നോക്കുന്ന മിഷനാണ്. പക്ഷെ അതിനകത്തെ ഇങ്ങനെ 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 ഒരു സൂത്രം അങ്ങോട്ട് പോകുന്നത് എന്തോ സംഭവം? അതാ പറഞ്ഞത്, ഇങ്ങനെ വേരിയേഷൻ ഇങ്ങനെ പോകുന്നത്. അപ്പൊ ഇങ്ങനെ 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 പോകുന്നത് ഇങ്ങനെ വടിയായിട്ട് പോയാൽ എന്തോ ചെയ്യും? അന്ന് വെച്ചാൽ പോവല്ല, ഇങ്ങോട്ട് വരാൻ വടിയായിട്ട്. പിന്നൊന്നും ഇല്ല, തീർന്നാ അതിന്റെ അർത്ഥം. പോകണ്ടായിരുന്നു. എന്റെ ദൈവമേ, ഇവിടെ ഞാൻ വൃത്തിയാക്കി ഇട്ടേക്കുവായിരുന്നല്ലോ. ഇത് എന്തിനാ ഈ കരിയില? ഇപ്പൊ ഇതെങ്ങനെ വന്നത്? അത് എന്റെ കൂടെ വന്ന കരിയില്ല. മണ്ണാങ്കട്ടയാന്ന് ഈ വന്ന് നിൽക്കുന്ന കരിയില കൂടെ കൊണ്ടുവരാനായിട്ട്. അതല്ലെന്ന്, ഞാൻ സ്പീഡ് നടന്നു വന്നപ്പോ കാറ്റടിച്ച് പുറകെ കയറി വന്ന കരിയില്ല. സൂപ്പർ ഫാസ്റ്റ് ആണ് പറത്തിക്കൊണ്ട് വരാനായിട്ട്. അല്ല അപ്പൂപ്പ, ആശുപത്രിയിലൊക്കെ വലിയ സൗകര്യമായി പോയി ഇല്ലയോ? പിന്നെ നീ വിചാരിക്കുന്ന പോലെ അല്ല ഇപ്പോഴത്തെ ഗവൺമെന്റ് ആശുപത്രിയും സംഭവമൊക്കെ. എനിക്ക് കൊച്ചി ഇവിടെ എൻജോയ്മെന്റ് ചെയ്യാനുള്ള സംഭവമൊക്കെ ഉണ്ടോ ആശുപത്രിയിൽ? എൻജോയ്മെന്റ് ചെയ്യാനുള്ള സംഭവം പാർക്കൊക്കെ ഉണ്ട്. ഞാൻ ഒരു സാധനത്തിനകത്ത് കയറി ഒരു കുടല് പോലെ ഇങ്ങനെ ഇരിക്കും. നമ്മൾ വേറെ ഡ്രസ്സൊക്കെ ഇടിച്ച് തലയിൽ തൊപ്പിയൊക്കെ വെച്ച് കയറ്റും. ഭയങ്കര ലൈറ്റ് സെറ്റിംഗ് ഒക്കെയാ. അങ്ങോട്ട് വിടും, തിരിച്ചിറങ്ങും, അങ്ങോട്ട് വിടും, തിരിച്ചിറങ്ങും. വലിയ രസമാണ്, കിടക്ക സംഭവമായിരുന്നു. അതിന്റെ പേരാണ് MRI സ്കാൻ. അല്ല എന്തുവാണ് നല്ല രസമായിരുന്നു. ഉള്ള സമയം ഞാനൊന്ന് അടിച്ചു പൊളിച്ചു അതിനകത്ത്. ശരീരം വിട്ട് കൂടുതൽ അനക്കണ്ട കേട്ടോ. ശരീരം ഇളക്കാതെ നീ ഉണ്ടാക്കി വെച്ച സാമ്പാറും എന്നുള്ള കാടി ഞാൻ നേക്കുന്നു. അപ്പൂപ്പ സമാധാനപ്പെടും. കൂട്ടിരിക്കാൻ ഒരാൾ വന്നില്ലായിരുന്നോ? കൂട്ടിരിക്കാൻ ഒരാൾ വന്നു, നിന്റെ വല്യണ്ണൻ. വല്യണ്ണൻ എന്തേടി അവൻ? അവനെ കാണുന്നില്ല. രാവിലെ എണീറ്റ് നോക്കിയപ്പം ഡോക്ടർ പറഞ്ഞ് BP-ക്കുള്ള അമലോഡിപ്പൻ പോയി വാങ്ങിച്ചോണ്ട് വരാം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന്. ഇവൻ അതിന്റെ പേര് പറയാൻ അറിയാൻ വയ്യാത്തത് കൊണ്ട് അവിടെ ഇറങ്ങി ഓടിയതാണ്. പക്ഷെ അങ്ങനല്ലല്ലോ പറഞ്ഞത്. എന്തോ പറഞ്ഞേ? ആ മെഡിക്കൽ കോളേജിലൊന്നും അപ്പൂപ്പനെ കാണാനില്ല, അതുകൊണ്ട് ആ വല്യണ്ണൻ ഇങ്ങോട്ട് വന്നതാന്നല്ലോ പറഞ്ഞത്. ആര് പറഞ്ഞു? എന്താടി ഞാൻ പറഞ്ഞേ? എന്താ ഞാൻ പറഞ്ഞത്? ഷുഗറായിട്ട് പഞ്ചസാരയും വാരി തിന്നിട്ട് വന്നേക്കുവാ. പഞ്ചസാര അല്ലെന്ന് എന്റെ സ്പെഷറുകൾ ഇന്ന് ഷേവ് ചെയ്യാൻ മറന്നു. ഏതാ എന്താണ് കയറി വന്ന? അവിടെ കിടന്ന പറയാം എന്താണ് കയറി വന്നാന്ന്. ആപ്പിൾ ജ്യൂസ്. ഒരു പ്രായമുള്ളവനെ ആശുപത്രി കൊണ്ടിട്ടിട്ട് പോയ പോക്കല്ലോടാ നീ. എവിടെ കൊണ്ടിട്ടാ? ഇവനെ ആശുപത്രി മതിലെ ചാരി നിർത്തിയിട്ട് ഞാൻ പോന്നതാ. മക്കളെ ഇവിടെ നിന്നോണം, അപ്പൂപ്പൻ ഇപ്പൊ വരാമെന്ന്. തിരിച്ചു വന്നപ്പോ ഇവനെ കാണുന്നില്ല. എന്തിനാ മതിൽ അവിടെ കൊണ്ടുവന്നത്? എന്തിനാ നീ നിന്നെ പുറകെ ഞാൻ ബീഡി പാത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടയാളമായിട്ട് നിന്നെ വെച്ചതാ ഞാൻ അവിടെ. തിരിച്ചു വന്നപ്പോ എനിക്ക് ബീഡി കിട്ടിയില്ല. അല്ലോ വീട് വലിക്കലെന്ന് ഡോക്ടർ ആവുന്ന പറഞ്ഞ വീട് വലിക്കല്ലേ എന്ന്. അത് നമുക്ക് ഈ ചാപ്പാടൊക്കെ കഴിച്ചു കഴിയുമ്പോഴേ 2 പുക എടുക്കണം. അങ്ങനെ ഒരു സംഭവം. 2 പുകയല്ലേ എടുക്കും? കണ്ടൊന്നും അല്ല, എന്നെ ഒളിപ്പിച്ചിട്ട് മെഡിക്കൽ കോളേജിന്റെ തൊട്ട് പറയല കാട്ടിൽ കയറി ഇയാൾ വീട് വലിക്കോ തുടരെ. ഞാൻ നോക്കണം എന്തിന്റെ പുക കണ്ടിട്ട് 2 ടാങ്കർ അവിടെ വന്ന് കിടക്കുന്നു. ഞാൻ ചോദിച്ചു എന്തിനു വന്നാന്ന്. ഞങ്ങൾ വിചാരിച്ചു കൊച്ചിൻ റിഫൈനറി ഇവിടെ തുടങ്ങിയാന്ന് വിചാരിച്ചത്. അതുപോലെ വലിച്ച് കയറ്റി വിടുവാ. അങ്ങനൊക്കെ ചെയ്യുന്നത് നമുക്ക് കേട. വീഡിയോ ഒന്നും വലിക്കരുത്, അത് ഈ പ്രായമായിട്ടുള്ളവർ. എന്റെ മക്കളെ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, എന്തുമല്ലൊക്കെ ഒരു ലഹരി വേണ്ടേ? ലഹരി വേണം, നല്ലതാ ലഹരി വേണം. എന്നിട്ട് നോക്കിയേ, ഞാൻ മരുന്ന് മാറ്റം നിന്നപ്പോഴേ അവിടെ ലോട്ടറി കച്ചവടം ചെയ്യുന്ന പെണ്ണുമ്പിള്ളെ വിളിച്ചിരുത്തി ഓറഞ്ച് പൊളിച്ചു കൊടുക്കും നീ കളവൻ. ഞാൻ ചോദിച്ചപ്പോ ആ ഓറഞ്ച് നീരെന്റെ കണ്ണി പിഴിഞ്ഞത്.
എന്റെ പെങ്ങളാ അത് ചൂളോടിച്ച് വിളിക്കുന്നത് ചൂളോടിച്ച് വിളിക്കുന്ന ആരുണ്ട് ഈ ചൂട് അടിച്ചല്ല പിന്നെ? ഞാൻ അടിക്കാൻ കൈ വീശിയപ്പം ഇതിലേക്കൂടെ കാറ്റ് കയറി സംഭവം അവിടെ കിടന്നാ പോരായിരുന്നു. ഇവന് പണ്ടേ ഉള്ളതാണ് ഈ കണ്ട പെണ്ണുങ്ങളുടെ പേരും വെച്ച് തന്നെ ഈ കളിയാക്കുന്ന പരിപാടി. എടാ ഞാൻ അങ്ങനെയുള്ള ആളല്ല. ഞാൻ സ്ത്രീകളെ വളരെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും പെരുമാറുന്ന ആളാണ്. ഞാൻ അവരുടെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ആളാണ് ഞാൻ. അങ്ങനെയുള്ള ആളാ. എടി ഓപ്പറേഷന് വേണ്ടി സ്കാൻ ചെയ്ത് നോക്കിയപ്പോ എന്നെ ആ റിപ്പോർട്ടിനകത്ത് എന്ത് കണ്ടെന്നറിയോ? എന്തുവാ? 25 സ്ലൈഡ് വയറിനകത്ത്, 2 കൊല്ലം സെറ്റിപ്പൻ, അതിനൊന്നിന്റെ മൊന ഒടിഞ്ഞത്, 3 മൊട്ടുസൂചി. അതെങ്ങനെ കേറി? കേറിയതല്ല, കയറ്റിയതാ. ഇവിടുന്ന് മെഡിക്കൽ കോളേജിലോട്ട് പോയപ്പോ ബസ്സിനകത്ത് ഇരിക്കാൻ പറഞ്ഞപ്പോ ഇയാൾ ഇരിക്കത്തില്ല. പെണ്ണുങ്ങളുടെ ഇടയിൽ കയറി മെട കാണിച്ച് പെണ്ണുങ്ങൾ കുത്തി കയറ്റിയതാണ്. പെണ്ണുങ്ങൾ കുത്തി കയറ്റിയതാ. അടങ്ങ്. അപ്പൂപ്പനല്ലയോ, അപ്പൂപ്പനോട് അങ്ങനെ ഒന്നും സംസാരിക്കരുത്. പിന്നെ എങ്ങനെ സംസാരിക്കണം? നീ എന്ന് മുതലാണ് സംസാരിക്കാൻ തുടങ്ങി? എന്താ? നീ എന്ന് മുതലാണ് സംസാരിക്കാൻ തുടങ്ങി? 1.5 വയസ്സുള്ളപ്പോ നല്ല അടിപൊളിയായിട്ട് സംസാരിക്കാൻ തുടങ്ങി. 1.5 വയസ്സുള്ളപ്പോ 1.5 വയസ്സുള്ളപ്പോ നീ സംസാരിക്കും അച്ചച്ച, അമ്മച്ചി, പാപ്പച്ചി, അപ്പാപ്പം. ഇതല്ലാണ് നീ 1.5 വയസ്സിൽ സംസാരിക്കും. പിന്നെ 1.5 വയസ്സിൽ ഞാൻ 24 പോയിരുന്ന ഒരു വാർത്ത വായിക്കാൻ പറ്റുമായിരുന്നു. നിന്റെ ചെറുപ്പത്തിൽ അല്ല കുഞ്ഞ്, നിനക്കിതൊന്നും അറിയാൻ വഴിയില്ലായിരുന്നു. ഇല്ല, ഞാൻ കേട്ടിട്ടുണ്ട്. എന്തോ നീ ഉണ്ടാകുന്നതിന് മുമ്പ് നിന്റെ ചെവി ഉണ്ടായോ? ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാര്യം വെച്ചാ പറഞ്ഞത്. ഇവന് 3-4 വയസ്സ് പ്രായമുള്ളപ്പോ ഇവ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്റെ മടിയിലിരുത്തി വേദങ്ങൾ വരെ ഞാൻ ഇവന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. വേദങ്ങൾ മടിയിലെത്തി ഭേദങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആകപ്പാടെ 4 ഭേദമേ ഉള്ളൂ. ഈ അപ്പൂപ്പൻ പറഞ്ഞു ഒന്ന് 5 ഭേദമുണ്ടെന്ന്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സാറിനോട് ചോദിച്ചു, എടാ എത്ര ഭേദമുണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അപ്പൂപ്പൻ പറഞ്ഞു 5 ഭേദമുണ്ടെന്ന്. 5ാമത്തെ ഭേദം പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞു. ടീച്ചർ ചൂരിൽ വാടകയ്ക്ക് എടുത്തിട്ട് എന്നെ അടിച്ചത്. 5ാമത്തെ ഭേദം ഏതാണെന്ന് അറിയാമോ? രതി നിർവേദത്തിന്റെ കഥ. നിർവേദം പറഞ്ഞത് ഈ അപ്പൂപ്പനല്ലേ പഠിപ്പിക്കാൻ. മതി. പണ്ടുണ്ടല്ലോ വെച്ചേ, ഞാൻ എങ്ങോട്ടിറങ്ങിയാലും എന്റെ മുണ്ടിന് തുമ്പം പിടിച്ച് വരും. ഒരു ദിവസം ഞാൻ തൃശ്ശൂർ പൂരത്തിന് കൊണ്ടുപോയി. എന്ന് പറഞ്ഞു, അപ്പൂപ്പ എനിക്ക് ആനയുടെ കീഴിൽ കൂടെ നടക്കണമെന്ന്. അങ്ങനെ ഇവന്റെ നിർബന്ധത്തിന് ആനയുടെ കീഴിൽ കൂടെ നടന്ന് ലാസ്റ്റ് പാലക്കാട് ഇറങ്ങുമായിരുന്നു. 10-150 ആന നിൽക്കുമല്ലേ നിരന്ന് അടുക്കി നടന്ന് വഴി അപ്പുറത്ത് ചെന്ന് കയറിയെന്ന്. ഇതിന്റെ മുമ്പിൽ കൂടെ പുറകെ കൂടെ ഇറങ്ങാൻ പറ്റുമോ? ഇല്ല. മുമ്പിൽ കഴിഞ്ഞിട്ട് പിടിക്കുവോ? പിണ്ടം എന്തോ ചെയ്യും. അത് ശരിയാ. കൂടുതലൊന്നും പറയണ്ട. എന്നെ കണ്ടുപോയ രാജി നോക്കാം, നീ നോക്കാം. എന്നെ കണ്ടുപോയാൽ നോക്കാറുണ്ട്. എനിക്ക് വയ്യ. വല്യണ്ണന്റെ അങ്ങനെ തീരുമാനെങ്കിൽ ആയ കാലത്ത് മൊത്തം ഞാനും നോക്കിയതാ. എനിക്കും വയ്യനി നോക്കാൻ. മക്കളെ, നിങ്ങൾക്ക് 2 പേർക്കും എന്നെ നോക്കാൻ വയ്യെങ്കിൽ അപ്പൂപ്പനൊരു കാര്യം പറയാം. പത്തനാപുരത്തെങ്ങാണ്ടൊരു ഗാന്ധിഭവൻ ഉണ്ടെന്നാ കേട്ടെ. അപ്പൂപ്പനെ അവിടെ കാലം കൊണ്ടങ്ങാക്ക്. രാജിയെ, ഓ അലമാരി എന്ന് തുറച്ചു വെക്കടി. അപ്പൂപ്പന്റെ ഉടുപ്പടിക്ക് വെക്കാനാന്നോ? അല്ലല്ല, ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം കിട്ടുന്നത് പുള്ളിക്ക്. ആ പുരസ്കാരം കൊണ്ട് വെക്കാൻ അത് ആമ്പിള്ളേർ അടിച്ചിട്ട് അതിന് അവാർഡ് വാങ്ങിച്ചു. ഇന്നും നാടകം കളിക്ക് നിന്ന്. മതി. ഉണ്ടോ വയ്യ, സത്യമായിട്ടും അപ്പൂപ്പന് വയ്യ. നടക്കുന്നുണ്ടോ? പിച്ച വെച്ച് നടക്കുന്നുണ്ടോ? വെച്ച് നടക്കുമല്ലോ. ഉറുമ്പിനെ ചവിട്ടിക്കൊല്ലോ. കടുത്ത ഷുഗറുള്ള എന്റെ മുമ്പിൽ കൂടെ പഞ്ചസാര പൊക്കി. ഞാൻ പറഞ്ഞതാ ഇതുപോലെ ദ്രോഹിക്കുന്നവനെ എനിക്ക് വേണ്ടായി. നിക്ക് വല്യണ്ണ, നമുക്ക് എന്തുവായാലും ഒരു തീരുമാനം എടുക്കണം. ഓണം വരെ ഞാൻ നോക്കാം. ഓണം കഴിഞ്ഞ് വല്യണ്ണം കൊണ്ടുവെക്കോ? ഓണം കഴിഞ്ഞ് കൊണ്ടുപോകാൻ അധികം വന്ന് ഉപ്പേരിയാന്ന് ഇരിക്കുന്നത്. എന്തെങ്കിലും ഒരു തീരുമാനം നമ്മൾ ഉണ്ടാക്കണ്ടായോ? ഓണത്തിന് നല്ല ക്രിസ്മസിന് എനിക്ക് വയ്യ കൊണ്ടുപോകാനൊക്കെ. എനിക്ക് വയ്യ. അപ്പൊ 2 പേർക്കും അപ്പൂപ്പനെ നോക്കാൻ വയ്യ. ഇങ്ങനെയൊക്കെയാണെങ്കിൽ നോക്കാൻ പറ്റത്തില്ല. എങ്കിലേ ഞാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്തുവാ? ഹായ് കൊച്ചു റോക്കറ്റ്. കൊച്ചു റോക്കറ്റോ? റോക്കറ്റല്ല ഇത്. പിന്നെ ഇതെന്നെ കുത്തിവെക്കാനായിട്ട് ഡോക്ടർ വന്ന മരുന്നായത്. ഞാൻ തട്ടിപ്പറിച്ചോണ്ട് ഓടി വന്നതാ മക്കളെ. സിറിഞ്ചും പിടിച്ചോണ്ട് വന്നതാ. എടാ, നിന്നെയൊക്കെ മയക്കി കിടത്തിയിട്ട് ഞാൻ ഈ വീടിന് തീ വെക്കൂടാ. കൊച്ചുമോനാ പറയുന്നത്. തിരിഞ്ഞ് താഴെ ഇടാൻ. ഓ, സേതുമാധവന്റെ അച്ഛൻ. ഒറ്റക്കുത്തിന് ഉറക്കൂടാ നിന്നെ. കൈതപ്പൂ മണമെന്റെ രണ്ടുപേർക്കും കുത്തുകൊണ്ടോ? ആശുപത്രി കിടക്കാൻ പോയവരും കുത്തുകൊണ്ടു, കൂട്ടിരിക്കാൻ പോയാക്കും കുത്തുകൊണ്ടു. ഇനി ഞാനന്ന് ഉണ്ണട്ടെ. സത്യം പറഞ്ഞ അന്നേരം മുതൽ എന്റെ ചിന്ത ഇതായിരുന്നേ. ബഹളം വെച്ച് വയ്യ. അളിയനെ കുത്തുകൊണ്ടില്ല. പച്ചക്കമ്പള പപ്പടം ഉണ്ടോ? ആ